കോട്ടയത്ത് നിന്ന് നമ്മുടെ കുട്ടിപ്പട്ടാളം എല്ലാം എത്തിയിട്ടുണ്ട്. 7:45 എല്ലാവരും നാട് അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ദാ ആൻറ്റി ഞങ്ങൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ദാ ഞങ്ങൾ അമ്പലത്തിലുണ്ടെന്ന്. അങ്ങനെ എല്ലാവരോടും അങ്ങോട്ട് വന്ന് ഒരുമിച്ച് ഞങ്ങൾ തൊഴുത് വീട്ടിലേക്ക് പോന്നു. എന്താ ഇവർ വന്നേ ആ വിശേഷം നമുക്ക് വഴിയെ പറയാവേ. വന്നത് ജിബ്രുക്കുട്ടനെയും കൊണ്ട് ഇറങ്ങി. ജിബ്രുക്കുട്ട ഇന്ന് എത്ര പേര് എന്നെ എടുത്തോണ്ട് എടുക്കും ഹായ് ഹായ് വെച്ചോണ്ടിരിക്കുന്നു. എൻ്റെ ഗൈസ് കഴുപ്പ് കഴിഞ്ഞു. അപ്പൊ തന്നെ മുട്ടയേറിന്റെ അഭിഷേകമായിരുന്നു. ഞാനും ഓർത്ത് ഇതെന്താ സംഭവം എന്ന്. ഒരു മുട്ട പൊട്ടിച്ച് കഴിയുമ്പോൾ കണ്ണൻ തല കഴുകി കയറി വരും, പിന്നെ അടുത്ത മുട്ട പൊട്ടിക്കും. ഇത് തന്നെ അങ്ങനെ ഒരു 5-6 മുട്ട കണ്ണന്റെ തലയിലും ദേഹത്തുമായി. കണ്ണൻ തിരിച്ച് അവരെ ഇട്ട് ഉരുട്ടി. ലാസ്റ്റത്തെ ഒരെണ്ണം എനിക്ക് വീഡിയോ എടുക്കാനും കിട്ടി. ഗൈസ് ഇപ്പോൾ പിടികിട്ടി കാണുമല്ലോ ഇവരെന്തിനാ വന്നേന്ന്. എങ്ങനെയുണ്ട് ഗൈസ് കേക്ക്? അടിപൊളിയല്ലേ? എന്നാലേ ഇത് വേറെ ആരുടെയോ കേട്ടോ, നമ്മുടെ അല്ല. നൈസായിട്ടൊരു വീഡിയോ. അങ്ങനെ ചടപടയെന്ന് പറഞ്ഞതാ കേക്ക് മുറിക്കാൻ കഴിഞ്ഞു. ഇതൊന്നും വലിയ കോളൊന്നും അല്ല ഇവർക്കൊന്നും. എന്താണെന്നറിയോ, അവർക്ക് തോട്ടിപ്പോയി കുറേ സമയം ചാടണം. അതിനുള്ള തിരക്കാണ്. 6 മണിക്ക് മുന്നേ വീട്ടിൽ ഹാജർ വെച്ചേക്കാന്ന് ഉറപ്പ് പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിയേക്കുന്നതേ. അതിന്റെ തിരക്കാണ്. പോകുന്ന വഴിക്ക് തന്നെ കേക്ക് മുറിച്ചു. വൈകുന്നേരം സമയം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇനി കുറച്ച് പേരൂടെ ഉണ്ടേ വരാനേ. പക്ഷേ എല്ലാവർക്കും കൂടെ ഈ ഒരു ദിവസം പറ്റുകയില്ലായിരുന്നു, പല സാഹചര്യങ്ങൾ കാരണമേ. അതുകൊണ്ട് ഇവരെല്ലാം ഇങ്ങ് പോകുന്നത്. ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾ ഓർക്കും എൻ്റെ ദൈവമേ ഇതേ ഉള്ളോന്ന്. ഇതാ നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് നമ്മുടെ വണ്ടർലായിൽ. പക്ഷേ എന്നത്തെ അത്രയും വെള്ളമില്ല, വെള്ളം കുറഞ്ഞായിരുന്നേ. പക്ഷെ എന്നാലും അവർക്ക് ഇവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നേ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാ നോക്കിക്കേ, ഒറ്റ മുന്തിരിയൊക്കെ തിന്ന് വെള്ളത്തിൽ ആസ്വദിച്ച് കിടക്കുന്ന.
ഗൈസ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്താണെന്നറിയോ? ഇവരെല്ലാം ഇന്നിവിടെ തങ്ങാൻ പോവാണേ. അതിന് വീട്ടിലേക്കുള്ള വിളിയാണ് ഈ നടക്കുന്നത്. ഇവർ കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇവിടെ കിടന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വീട്ടിലോട്ടൊന്ന് വിളിച്ച് ചോദിക്കാം. ഇനിയിപ്പോൾ എല്ലാവരും പല സ്കൂളിലോട്ടൊക്കെ അങ്ങ് മാറിപ്പോവായിരിക്കുമല്ലോ, അപ്പം നമുക്കൊന്ന് ചോദിച്ച് നോക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ സമ്മതിച്ചതിൻ്റെ സന്തോഷമാണ് കാണുന്നത്. വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടെ അമ്മയുടെ അടുക്ക് എത്തിയിട്ടുണ്ട്. പൊന്ന നല്ല ഉറക്കമാണ്. പൊന്ന ഇപ്പം പരിചയമില്ലാത്തവരെ കണ്ടാൽ അന്നേരം ഭയങ്കര കാറിച്ചതുകൊണ്ട് ഉറങ്ങുമ്പോൾ മാത്രമേ ഇങ്ങനെ എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റുള്ളൂ. അതിനെല്ലാവരും ചൂണ്ടിപ്പോയി നിൽക്കുക. ഇപ്പോൾ ഇവിടെ നടക്കുന്ന കലാപരിപാടി ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങൾ 2 പേരും പ്ലാൻ ചെയ്തെടുത്തതാണ്. ഇവരെ എല്ലാം മുറിയിലാക്കിയിട്ട് ഞാൻ മച്ചിൻ്റെ മുകളിൽ കയറി. കണ്ണന് കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യം പിടികിട്ടി. എന്നെ അവിടെ അങ്ങ് കാണാഞ്ഞപ്പോൾ കണ്ണൻ നൈസായിട്ട് വന്നിട്ട് അതങ്ങ് അടയ്ക്കുകയും ചെയ്തു. ഞാൻ പെട്ടു മോളെ. ഇനി നമുക്ക് സാറ്റ് കളിക്കാവേ. ആംബുലൻസ് ചീറിപ്പായുന്നേ. ഞാൻ പാത്തിരുന്നത് വെളിയിൽ കുറ്റിച്ചടിക്കാത്തതാണ്. ഞാൻ പോയി പാത്തിരുന്നപ്പോൾ അർജുൻ ജൂലി എല്ലാം വന്ന് എൻ്റെ അടുക്ക വന്നിരിക്കുന്നു. ഞാൻ എല്ലാത്തിനും ഓടിച്ചിട്ട് ഒരു തരത്തിലേറെ ആദ്യമേ എന്നെ പിടിക്കുന്നു. പക്ഷെ പിടിച്ചില്ല ഗൈസ്. അങ്ങനെ സാറ്റുകളി കുറേ നേരം കളിച്ചു. എല്ലാവരും മടുത്തു. വന്നിട്ടൊന്ന് മാറ്റി പിടിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇട്ടൂലി കളിക്കാൻ പോവാണേ. ഗൈസ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഈ കുട്ടികളൊക്കെ കളിക്കുന്ന കൊള്ളാം, അതിൻ്റെ ഇടയ്ക്ക് ഈ തള്ള എന്താ എന്നല്ലേ വിചാരിച്ചില്ലേ ഗൈസ്? ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രായം പറഞ്ഞു ഇവരുടെ എല്ലാം കൂടെ ഇങ്ങനെ കളിച്ച് നടക്കും. നമ്മുടെ കഴിഞ്ഞു പോയ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കാലം. അതെന്നാ പരിപാടിയാ? ഒരാൾക്ക് ഒരാൾക്ക് ചൂട് കൊടുച്ചൂട്. ബാക്കി എല്ലാരും ഏകദേശം അടുത്താന്ന് പറയണായിരുന്നു. അത് പറ്റത്തില്ല. പാട്ടി അവന്റെ പുറത്ത് വീഴും. അത് നിങ്ങളാ നോക്കണ്ടേ. വെച്ചൂലി ചൂട് 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 ചൂട്. ഒരാൾക്ക് ചൂട്, ഒരാൾക്ക് ചൂട്, 2 പേർക്ക്.
താത്തൻ ദേഹത്തൊന്നുമില്ല. ആ ചൂട് ഒരാൾക്ക് ചൂട്, ഒരാൾക്ക് ചൂട്, എന്റെ പുറത്തിന് അടി വീഴാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒറ്റ ഒരാൾക്കേ ഉള്ളു ചൂട്. കണ്ണാപ്പിയേ മൂർത്തിനടുത്ത് പോയിന്നടാ. ആ ചെറു ചൂട് ഒരാൾക്ക്, എവിടെയാടാ ഒരാൾക്ക് നല്ല ചൂട്, ഈ പകലെങ്ങാനും ഒരാൾക്ക് നല്ല ചൂട്, ഒരാൾക്ക് നല്ല ചൂട്. ഇരുന്നാൽ ഔട്ടാ. ഇല്ല എന്റെ ദേഹത്തൊന്നുമില്ല, ഞാൻ ഇരിക്കുന്നത് കുത്തൂലിയോ? ആ കുത്തി കുത്തിവെച്ചേക്കുമല്ലേ? കുത്തൂലി. കുത്തിവെച്ചേക്കുമല്ലയോ? ആ മുണ്ടി വല്ലുണ്ടോ? ആ ചൂടിന്ന് പോയി. ചൂടിന്ന് പോയ ചൂട് 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 പോയി ചൂട് പോയി പറ. ചൂട് പോയി ചൂട് പോയി ചൂട് പോയി ചൂട് 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 പോയി ചൂട് പോയി ചൂട് പോയി. ആർക്കും ചൂടില്ല, തണുപ്പാണ്. ഊട്ടിയിലൊക്കെ അല്ല, കട്ടപ്പനയല്ല, അത്രയല്ലേ ഉള്ള തണുപ്പുള്ളൂ. ഊട്ടിയിലെത്തില്ല. ചൂട് 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 ഗൾഫിലെത്തി, ഗൾഫിലെത്തി. ചൂട് ചൂട് ചൂടേ. എന്റെ മാറ്റി എന്റെ അപ്പു എന്തുവാ? ചൂട് ചൂട് ചൂടേ. എന്റെ ഒന്നും ഇല്ല. ചൂട് 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 കൊടും ചൂടേ. എടുത്താൽ നിനക്ക് ഒറ്റ അടി കൂടെ ഞാൻ അനങ്ങാതെ നിൽക്കുക. അതൊന്നും പറ്റുന്നില്ല, എടുത്തില്ല, കൈ കൊണ്ട് എടുത്തിട്ടില്ല. കൈ കൊടുക്കണം. ഇപ്പൊ ഞങ്ങള് വല്ല സാറ്റുകൾ കഴിഞ്ഞ് കയറിയപ്പോ 10 മണി കഴിഞ്ഞു. ദാ നാരങ്ങ വെള്ളം ഒക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. ഇനി അടുത്ത പരിപാടി കള്ളനും പോലീസും കളിക്കാന്ന് പറഞ്ഞാൽ ആർക്കൊന്നും ഉറങ്ങുമൊന്നും വേണ്ട. ഇത്രയും പേരുള്ളതുകൊണ്ടുണ്ടല്ലോ, കള്ളൻ, പോലീസ്, രാജാവ്, മന്ത്രി, രാജ്ഞി അതൊന്നും പോരല്ലോ, കുറെ വേണമല്ലോ. ഞങ്ങൾ ഇല്ലാത്ത പേരുകളൊക്കെ ഒപ്പിച്ചിടുമായിരുന്നു. പോലീസാ? ആര്? ഞാൻ പോലീസല്ല. നീ അല്ല, നീ അല്ലടാ, എനിക്കറിയാം. എടുത്തില്ല. ലാസ്റ്റ് എടുത്ത് നമ്മളെ പറഞ്ഞല്ലേ രാജാവ് ഞാൻ രാജാവ്. അടുത്തത് കഴുതകളി ആരംഭിച്ചു ഗൈസ്. ഇവള് നല്ല സ്പീഡിൽ ഇടുന്ന ഞങ്ങളെല്ലാം ഇവളെ വാരുമായിരുന്നു. ഏതോ അമ്പലപ്പറമ്പിലെ വാസുവാന്ന് പറഞ്ഞ്. ഏതെങ്കിലും എടുത്തോണ്ട് പോട്ടെ, അല്ലെങ്കിലും അവനെല്ലാം ആദ്യം കളിക്കണ ഇട്ടോ കിട്ടി ആ വെജിലക്കാർക്ക് കിട്ടും. ഒന്ന് പിടിച്ചു കയറി ഞാൻ പിന്നെ പൊക്കോളൂ. കളിക്ക് കളിക്ക് കളിക്ക്. അവിടെ രണ്ട് താത്ത് അതന്നെ വെട്ട് പറയുന്നത് കേൾക്കാൻ പോലെ സ്വന്തം ഇല്ല. താത്ത് പിടിക്കും. വീട്ടാണോ ഇങ്ങോട്ടൂടെ
ഞാൻ വിളിച്ചില്ല, ആ ബോക്സിന്റെ മാണി കൊടുത്തു. അപ്പൊ ചെറിയ വെച്ചോട്ടെ, ചെറിയ വെച്ചോട്ടെ. ഞാൻ നിന്റെ താഴെ കിടന്നു. ദാ കിടക്കുന്നു. നേരം വെളുക്കാറായ പിന്നെ കിടന്നത്. ദാ ഈ കിടക്കുന്ന കിടപ്പുണ്ടല്ലോ, ഇത് കള്ളയിറക്കോണെ. ഞാൻ വീഡിയോ എടുക്കാൻ വരുന്ന മുമ്പ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടടിയായിരുന്നു ഈ കട്ടിലേ കിടന്നുകൊണ്ട്. വീഡിയോ എടുക്കാൻ വന്നപ്പോൾ എന്ത് ഡീസൻ്റ് ആയിട്ട് ആ കിടന്ന് ഉറങ്ങുന്നതെന്ന് നോക്കി. അഭിനയം കണ്ടോ? അവാർഡ് കൊടുക്കണം അല്ലേ? അനീറ്റയ്ക്ക് അത്യാവശ്യമായിട്ട് രാവിലെ വീട്ടിലെത്തണമായിരുന്നേ. അതുകൊണ്ട് അനീറ്റ രാവിലെ പോയി. ഇനി ബാക്കി ഇതാ ഇവരാണേ ഉള്ളത്. രാവിലെ എഴുന്നേറ്റതേ നമുക്ക് മോസ്കോയിൽ പോയി ചാടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ രാവിലെ വന്ന് ചാടി. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. ഇവർ തോട്ടിയിൽ നിന്ന് എത്തിയപ്പോഴത്തേനും ദാ കപ്പ ബിരിയാണി റെഡിയായി. അങ്ങനെ അവർ കഴിക്കുവാണ്. പ്രതീക്ഷിക്കാതെ ഈ സമയത്ത് സുബിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെ അവനും ഉണ്ടായിരുന്നു കഴിക്കാൻ. സുബി വന്നപ്പോൾ കൊണ്ടുവന്ന ഷർട്ടാ കണ്ണനെ. ആളവൊക്കെ നല്ല കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഇവരൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പായേ. അങ്ങനെ കണ്ണനെയും കൂടെ കൂട്ടിയാണ് ഇവരെ വിട്ടത്. കണ്ണൻ ഇങ്ങനെ ഡെയിലി പോയി വരുന്നതുകൊണ്ട് ഈ ദൂരമൊന്നും അവനിപ്പോൾ ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. എന്നാലും എനിക്ക് പിള്ളേരെ തന്നെ വിടാനായിട്ടൊരു പേടിയായിരുന്നേ. നല്ല മഴയും വരുന്നുണ്ടായിരുന്നു. അവൻ കൊണ്ടാക്കാനായിട്ട് അപ്പോൾ അവരുടെ കൂടെ പോവാണേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ശരി ഗായ്സ്, ബൈ.